അധിക സമയം വേണ്ടി വന്നില്ല. എന്നെ അദ്ദേഹത്തിന് എന്തോ പെട്ടെന്ന് ഇഷ്ടമായി. എന്റെ കാര്യങ്ങളെല്ലാം പറയാൻ എനിക്കൊരാള്, അങ്ങനെയാണ് എനിക്കും തോന്നിയത്. എന്നെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആരോ ആയെന്ന് എനിക്ക് തോന്നി. അങ്കിളിന്റെ പ്രോഗ്രാംസ് എല്ലാം എനിക്ക് കാണാപ്പാടമായി. ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്റെ പഠിത്തത്തെ പറ്റി അന്വേഷിച്ചു. ഉഴപ്പുന്നുണ്ടോന്ന് സംശയം തോന്നിയപ്പോ എന്നെ വഴക്കു പറഞ്ഞു. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന കൊച്ചു പേടി പോലും എനിക്കില്ലാതെയായി. ഈശ്വരൻ സത്യമായിട്ട് ഒരിക്കൽ പോലും അങ്കിൾ എന്നോട് മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്ന സദസ്സുകളിൽ ഞാനൊരു സ്ഥിരം കേൾവിക്കാരിയായി. ഓരോ പ്രാവശ്യം കാണുന്തോറും അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കൂടിക്കൂടി വരികയായിരുന്നു. പക്ഷേ ആർക്കും ഞങ്ങളെ മനസ്സിലായില്ല. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും. ഞാൻ ആരും തിരുത്താനും മെനക്കെട്ടില്ല. അമ്മ ചീത്ത പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് അവിടെ മാത്രം ഞാൻ എല്ലാം ഒളിച്ചു വെച്ചു.